ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിന്റെ പ്രഖ്യാപനത്തിനായി ഇത്തവണ മലയാള സിനിമ പ്രേക്ഷകരും ഏറെ ആവേശത്തോടെയാണ് കാത്തിരിക്കുന്നത്. അതിനുള്ള കാരണം മികച്ച നടനു വേണ്ടിയുള്ള പുരസ്കാര മത്സരത്തിൽ നമ്മുടെ സ്വന്തം മമ്മൂക്കയും അവസാന റൗണ്ടിൽ ഉണ്ട് എന്നതുകൊണ്ടാണ്. മമ്മൂട്ടിയോട് കടുത്ത മത്സരം നടത്തിക്കൊണ്ട് കന്നഡ താരം ഋഷഭ് ഷെട്ടിയും മികച്ച നടനു വേണ്ടിയുള്ള മത്സരത്തിൽ അവസാന റൗണ്ടിൽ എത്തിയിട്ടുണ്ട്. നൻപകൽ നേരത്ത് മയക്കം, റോഷാക്ക് എന്നീ സിനിമകളിലെ മികച്ച പെർഫോമൻസുമായാണ് മെഗാസ്റ്റാർ 4ാമത് ദേശീയ പുരസ്കാരത്തിനായി മത്സരിക്കുന്നത്. കാന്താരയിലെ മികച്ച പ്രകടനത്തിനാണ് ഋഷഭ് ഷെട്ടിയെ പരിഗണിക്കുന്നത്. പുരസ്കാര പ്രഖ്യാപനം ഈ മാസം ഉണ്ടാകും. പ്രേക്ഷകർ 2022 ഏറ്റെടുത്ത മമ്മൂട്ടി ചിത്രങ്ങളായിരുന്നു നൻപകൽ നേരത്ത് മയക്കം, റോഷാക്ക്, പുഴു എന്നിവ. മമ്മൂട്ടി എന്ന നടന്റെ പെർഫോമൻസ് ലെവലിനെ മറ്റൊരു തലത്തിലെത്തിച്ച ചിത്രമായിരുന്നു നൻപകൽ നേരത്ത് മയക്കം. 2 അന്തരത്തിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളെ തന്റെ ഭാവാഭിനയത്തിലൂടെയും ശരീരഭാഷയിലൂടെയും മമ്മൂട്ടി അത്ഭുതകരമായി പ്രതിഫലിപ്പിക്കുകയായിരുന്നു. തിയേറ്ററിലും നൻപകൽ നേരത്ത് മയക്കത്തിന് ഒരു വിജയചിത്രമായി മാറുവാൻ കഴിയും. പല അന്താരാഷ്ട്ര സിനിമാ ഫെസ്റ്റിവലുകളിലും വൻ തിരയിളക്കമുണ്ടാക്കാനും നൻപകൽ നേരത്തിന് സാധിച്ചു. അതിന് പ്രധാന കാരണം ലിജോ ജോസ് പെല്ലിശ്ശേരി മമ്മൂട്ടി കൂട്ടുകെട്ടിൽ പിറന്ന ചിത്രം എന്ന ലേബൽ ഉള്ളതുകൊണ്ട് കൂടിയാണ്. എല്ലാ മേഖലകളിൽ നിന്നും മികച്ച നിരൂപക പ്രശംസ നേടിയ ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ മേന്മ എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ ഇരട്ട വേഷപ്പകർച്ച തന്നെയാണ്. റോഷാക്ക് എന്ന പരീക്ഷണ ചിത്രത്തിലും ഞെട്ടിക്കുന്ന പെർഫോമൻസാണ് മമ്മൂക്ക കാഴ്ചവെച്ചത്. കാലമിതുവരെ മമ്മൂക്കയിൽ നിന്ന് കാണാത്ത വ്യത്യസ്തമായ ആക്ടിംഗ് സ്റ്റൈലും റോഷാക്കിൽ പ്രകടമായിരുന്നു. ഈ സിനിമയുടെ പ്രമേയവും അതിന്റെ ആഖ്യാനവും ചിത്രത്തിലെ കഥാപാത്രങ്ങളുടെ പകർന്നാട്ടവും ഏവരാലും പ്രശംസിക്കപ്പെടുകയുണ്ടായി. റോഷാക്കിൽ ആസിഫ് അലി എന്ന യുവ പ്രതിഭ തന്റെ കണ്ണുകൾ മാത്രം പ്രേക്ഷകരെ കാണിച്ച് വിസ്മയിപ്പിക്കുന്ന പ്രകടനം നടത്തി. വ്യത്യസ്തമായ മികച്ച കഥാപാത്രങ്ങളുമായാണ് ഇത്തവണ മമ്മൂക്ക ദേശീയതലത്തിൽ മത്സരത്തിനെത്തിയിട്ടുള്ളത്. അവാർഡ് നിർണയത്തിൽ പ്രകടനം മാത്രമാണ് മാനദണ്ഡമെങ്കിൽ പ്രഖ്യാപിക്കാനിരിക്കുന്ന പുരസ്കാരത്തിന് മമ്മൂക്ക തന്നെയാണ് അർഹൻ എന്ന് ബഹുഭൂരിപക്ഷം സിനിമാ പ്രേമികളും വിശ്വസിക്കുന്നു. പക്ഷേ വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അത്ര എളുപ്പത്തിൽ ദേശീയ പുരസ്കാരം മമ്മൂട്ടി എന്ന മഹാനടന്റെ കൈകളിൽ എത്തില്ല എന്നത് ഒരു വസ്തുതയാണ്. ഇതിനു മുമ്പും പലതവണ മമ്മൂക്കയെ ദേശീയ പുരസ്കാര നിർണയ വേളയിൽ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് നിഷ്കരുണം തള്ളിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നുമുണ്ട്. ഇനി മമ്മൂക്ക ദേശീയ പുരസ്കാരം നേടുകയാണെങ്കിൽ നിലവിൽ അമിതാഭ് ബച്ചനൊപ്പം 4 തവണ ദേശീയ പുരസ്കാരം നേടിയ താരം എന്ന നേട്ടം സ്വന്തമാക്കുവാൻ അദ്ദേഹത്തിന് കഴിയും. നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. 2022 സെപ്റ്റംബർ 30 തിയേറ്ററുകളിൽ എത്തിയ ചിത്രമാണ് കാന്താര. ഈ ചിത്രം ഭാഷാഭേദമില്ലാതെ പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു. ഇതുവരെ കാണാത്ത ഋഷഭ് ഷെട്ടിയുടെ പ്രകടനം തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ അമ്പരപ്പിക്കുകയുണ്ടായി. ഈ സിനിമയുടെ ക്വാളിറ്റി മറ്റു ഭാഷകളിലേക്കും മൊഴിമാറ്റം ചെയ്യാൻ കാരണമായി മാറി. കേരളത്തിലടക്കം വമ്പൻ കളക്ഷനോടെ എത്തിയ സിനിമ ഇന്ത്യക്ക് പുറത്തും ചർച്ചയാവുകയും നിരൂപക പ്രശംസ നേടുകയും ചെയ്തു. ചിത്രത്തിന്റെ അവസാനത്തെ 30 മിനിറ്റ് വരെ ഒരു സാധാരണ ചിത്രമായി തോന്നാവുന്ന കാന്താര അവസാന നിമിഷങ്ങളിൽ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾക്ക് പുറം വളർന്നു. ഋഷഭ് ഷെട്ടിയുടെ കഥാപാത്രത്തിൽ നിന്ന് പ്രേക്ഷകർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പരകായ പ്രവേശം ചിത്രത്തിന്റെ അവസാന ഭാഗങ്ങളിൽ പ്രേക്ഷകർ കാണുകയും വിസ്മയിക്കുകയും ചെയ്തു. ഗംഭീര പ്രകടനമാണ് ഋഷഭ് ഈ രംഗങ്ങളിൽ കാഴ്ചവെച്ചത്. ഇത് മുൻനിർത്തി ഋഷഭ് ഷെട്ടിക്ക് മികച്ച നടനുള്ള പുരസ്കാരം നൽകുവാനും സാധ്യതകൾ ഏറെയാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു അനീതിയാകും എന്ന് പറയാതിരിക്കുവാനാകില്ല. പ്രകടനത്തിൽ 4ഓളം വ്യത്യസ്ത കഥാപാത്രങ്ങളും ഭാവപ്രകടനങ്ങളും സംഭാഷണ ശൈലികളുമൊക്കെയായാണ് മമ്മൂക്ക ഋഷഭ് ഷെട്ടിയുമായി ഏറ്റുമുട്ടുന്നത്. അതിനെ വെല്ലുന്നതാണോ കാന്താരയിലെ ഋഷഭ് ഷെട്ടിയുടെ പ്രകടനമെന്ന് പ്രേക്ഷകർക്കും അഭിപ്രായപ്പെടാവുന്നതാണ്. മമ്മൂക്കയുടെ മേൽ പറഞ്ഞ ചിത്രങ്ങളിലെ അഭിനയ മികവ് കാണാത്തവർക്ക് ഒരു പക്ഷേ കാന്താരയിലെ ഋഷഭിന്റെ പ്രകടനം ഒരു വിസ്മയമായി തോന്നാം. അങ്ങനെ തോന്നുന്നവർ മമ്മൂക്ക അനശ്വരമാക്കിയ നൻപകൽ നേരത്ത് മയക്കവും റോഷാക്കും പുഴുവും ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ ആരാണ് ഇത്തവണ ദേശീയ അവാർഡിന് അർഹൻ എന്ന സ്വാഭാവികമായ ഉത്തരം മമ്മൂട്ടി വിരോധികൾക്ക് പോലും ലഭിക്കും എന്ന് ഞങ്ങൾ നിസ്സംശയം പറയുന്നു. അവാർഡ് നിർണയത്തിൽ നിങ്ങൾ മമ്മൂക്കയെ സപ്പോർട്ട് ചെയ്യുന്നുവെങ്കിൽ മമ്മൂട്ടിയെന്നും, നിങ്ങളുടെ പിന്തുണ ഋഷഭ് ഷെട്ടിക്കാണെങ്കിൽ ഋഷഭ് എന്നും കമന്റ് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി.